CBSE 10th ക്ലാസ്സിലെ മാത്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് അതിലെ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ 6 എക്സർസൈസ് 5.2ലെ എക്സാമ്പിൾ 6 ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം ക്വസ്റ്റ്യൻ വായിക്കാം. ചെക്ക് വെദർ -150 ഈസ് എ ടേം ഓഫ് ദി AP 11, 8, 5, 2 എക്സെട്ര. ഇവിടെ നമുക്കൊരു AP തന്നിട്ടുണ്ട്. അതിൽ -150 ആ APയിലെ ഒരു ടേം ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. നമ്മളൊരു APയിലെ ടേംസ് പറയുമ്പോൾ എങ്ങനെയാണ് പറയാറ്? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം അല്ലേ? അവിടെ ആ 1, 2, 3, 4 എന്നുള്ള നമ്പേഴ്സ് ഒരു ഇൻറ്റിജേഴ്സ് ആയിരിക്കും എപ്പോഴും അല്ലേ? ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 1 എന്നുള്ളത് ഇൻറ്റിജറാണ്, സെക്കൻഡ് ടേം 2 ഒരു ഇൻറ്റിജറാണ്, തേർഡ് ടേം 3 ഇൻറ്റിജറാണ്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജറാണ്. നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എപ്പോഴും പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ് അല്ലേ? അപ്പോൾ ഈ -150 എന്ന് പറയുന്ന അത് nth ടേമാണ് നമ്മൾ അസ്യൂം ചെയ്താൽ ആ n എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന APയിൽ നിന്നും n-ൻ്റെ വാല്യൂ കണ്ടിട്ട് ആ n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ -150 അതിലെ ഒരു ടേം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് -150 ഒരു nth ടേമാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ n മസ്റ്റ് ബി എ പോസിറ്റീവ് ഇൻറ്റിജർ, എന്നൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം അല്ലേ? നമുക്കിവിടെ AP തന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഒക്കെ കണ്ടുപിടിക്കാം അല്ലേ? ഫസ്റ്റ് ടേം അറിയാം, കോമൺ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ -150 nth ടേമാണെന്ന് അസ്യൂം ചെയ്താൽ nth ടേമിൻ്റെ ഒരു ഫോർമുല എഴുതിയിട്ട് നമുക്ക് അപ്പോൾ അതിൽ എയും ഡിയും ഒക്കെ അറിയാം, പിന്നെ n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു AP തന്നിട്ടുണ്ട് 11, 8, 5, 2 എക്സെട്ര. ഈ APയിൽ നിന്നും നമ്മൾ -150 അതിൻ്റെ nth ടേമാണ് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് A = 11, D = 8 - 11 which is equal to -3. അതായത് കോമൺ ഡിഫറൻസ് കാണുന്നത് A2 - A1, സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ടേം. ലെറ്റ് 150 be the nth term of the given AP. അപ്പോൾ 150 nth ടേമാണെന്ന് അസ്യൂം ചെയ്തു. അതായത് AN = -150. nth ടേമിനെ ഡിനോട്ട് ചെയ്യാൻ AN എഴുതിയത്, വിച്ച് ഗീവ്സ് A + n - 1 × D. അതായത് nth ടേമിൻ്റെ ജനറൽ ഫോമാണ് A + n - 1 × D which is equal to -150. ഇവിടെ നമുക്ക് A 11 ആണെന്നറിയാം. സോ 11 + n - 1 × -3. D -3 ആണ്, which is equal to -150. ഇനി നമ്മൾ 11നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. പിന്നെ n - 1 × -3 എന്നുള്ളതിനെ -3 × n - 1 എന്ന് എഴുതി, ഈക്വൽ ടു -150 - 11. അതായത് 11 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ -11 ആയി. -150 - 11 എന്ന് പറയുമ്പോൾ രണ്ടും നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ ഇടുക, -161. So n - 1 equal to -161 divided by -3. അതായത് -3 റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഡിവൈഡ് ആവും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 161 divided by 3. അപ്പോൾ n - 1 equal to 161 divided by 3. n equal to 161 divided by 3 plus 1. -1 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +1 ആവും. ഇപ്പോൾ നമ്മൾ LCM കണ്ട് ആഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് 161 + 3 divided by 3. ഇത് 1 × 3 3 ആണല്ലോ, അപ്പോൾ 3 divided by 3 which is equal to 164 divided by 3. അപ്പോൾ 164 divided by 3, 164നെ 3 വെച്ചിട്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 164 divided by 3 ആണ്, വിച്ച് ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ. അതൊരു ഇൻറ്റിജർ അല്ല. അതായത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതൊരു ഇൻറ്റിജർ അല്ല. ബട്ട് n മസ്റ്റ് ബി എ പോസിറ്റീവ് ഇൻറ്റിജർ. n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം, കാരണം അതൊരു കൗണ്ടിങ് നമ്പറാണ്. nth ടേം എന്ന് പറയുമ്പോൾ അതൊരു കൗണ്ടിങ് നമ്പറാണ്, വിച്ച് മസ്റ്റ് ബി എ പോസിറ്റീവ് ഇൻറ്റിജർ. അതെപ്പോഴും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടിയില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ടേം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സോ -150 is not a term of the AP 11, 8, 5, 2
എക്സെട്ര. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് -150 അതിൻ്റെ ഒരു ടേം അല്ല എന്നാണ്. അത് എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എന്നിൻ്റെ വാല്യൂ ഇൻറ്റിജർ അല്ല. അതുകൊണ്ട് അത് എത്രാമത്തെ ടേം ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ടേം അതിലുണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്കൊരു AP തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ -150 അതിൻ്റെ ഒരു ടേം ആണോ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടേം ആണെന്ന് ആദ്യം അസ്യൂം ചെയ്യുക. അതായത് nth ടേം ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് നമുക്ക് AP തന്നിട്ടുള്ളത് കൊണ്ട് Aയും Dയൊക്കെ അറിയാം. അതിൽ നിന്നും nth ടേമിൻ്റെ ഫോർമുല വെച്ചിട്ട് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ എന്നിൻ്റെ വാല്യൂ കണ്ടപ്പോൾ ഇതൊരു ഇൻറ്റിജർ അല്ല എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ -150 എന്ന് പറയുന്ന ഒരു ടേം ഈ APയിൽ ഇല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കണക്കാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Find the 31st term of an AP whose 11th term is 38 and the 16th term is 73. ഇവിടെ നമുക്കൊരു APയുടെ 31st ടേം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 11th ടേമും 16th ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 31st ടേം കാണണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ മതി അല്ലേ? nth ടേം കാണാനുള്ള ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കാണാനായിട്ട് നമുക്കിവിടെ 2 ടേംസ് തന്നിട്ടുണ്ട്. 11th ടേമും 16th ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ ആ രണ്ടെണ്ണത്തിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ നിന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എയും ഡിയും കാണാൻ പറ്റും. ലെറ്റ് ദ ഫസ്റ്റ് ടേം ബി എ ആൻഡ് ദി കോമൺ ഡിഫറൻസ് ബി ഡി. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യം എഴുതാം. ദ ഗിവൺ 11th ടേം ഈസ് 38. 11th ടേം 38 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് nth ടേമിൻ്റെ ഫോർമുല അറിയാലോ, A + n - 1 × D ആണ്. അപ്പോൾ ഇവിടെ 11th ടേം എന്ന് പറയുമ്പോൾ A + 11 - 1 × D. 11 - 1 × D = 38. 11th ടേം തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് അറിയാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതാം. സോ A + 10D = 38. 11 - 1 എന്ന് പറയുമ്പോൾ 10 ആണ്. A + 10D = 38 വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. കാരണം നമുക്കിവിടെ 2 വേരിയബിൾസ് അറിയില്ല. അപ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് ആ ഒറ്റ ഇക്വേഷനിൽ നിന്ന് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. 2 ഇക്വേഷൻസ് ഉണ്ടെങ്കിലാണ് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്നത് 16th ടേമാണ് വിച്ച് ഈസ് ഈക്വൽ ടു 73. അപ്പോൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ ഇവിടെ nth ടേമിൻ്റെ ഫോർമുല A + 16 - 1 × D = 73. A + 15D = 73. ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നമുക്കിപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടി. A + 10D = 38 A + 15D = 73. അത് രണ്ടും തമ്മിൽ സോൾവ് ചെയ്യാം. നമുക്ക് ഇവിടെ എയുടെ രണ്ടിൻ്റെയും സെയിം കോഎഫിഷ്യൻ്റ് ആണ്, 1 ആണ് കോഎഫിഷ്യൻ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം എലിമിനേഷൻ മെത്തേഡിൽ നമുക്കിത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഈ 2 ഇക്വേഷൻസ് സബ്ട്രാക്റ്റ് ചെയ്യാം. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ A - A എന്ന് പറയുന്നത് 0 ആയിപ്പോവും. അപ്പോൾ എയുടെ ടേം തന്നെ 0 ആയിപ്പോയി. പിന്നെ 10D - 15D എന്ന് പറയുമ്പോൾ -5D. പിന്നെ 38 - 73 എന്ന് പറയുമ്പോൾ -35. അപ്പോൾ -5D = -35. D = -35 / -5 വിച്ച് ഈസ് ഈക്വൽ ടു 7. അപ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ 7 കിട്ടി. ഇനി അത് ഇക്വേഷൻ നമ്പർ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ A + 10 × 7 = 38. A + 7D = 38. സോ A = 38 - 70. 70 റൈറ്റ് സൈഡിലേക്ക് പോയി. അപ്പോൾ -70. ഇത് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -32 ആണ്. കാരണം 70 ബിഗ് നമ്പർ, അതിൻ്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് ആൻസർ മൈനസ്. സോ A = -32. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ -32ഉം ഡിയുടെ വാല്യൂ 7ഉം കിട്ടി. ഇനി നമുക്ക് 31st ടേം ഈസി ആയിട്ട് എഴുതാം. സോ A + 31 - 1 × D, അതായത് A + n - 1 × D. അപ്പോൾ 31st ടേം ആകുമ്പോൾ 31 - 1 × D വിച്ച് ഈസ് ഈക്വൽ ടു A + 30D. ഇവിടെ നമുക്ക് എയുടെ വാല്യൂ ഡിയുടെ വാല്യൂ അറിയാം. A = -32 + 30 × 7 വിച്ച് ഈസ് ഈക്വൽ ടു -32 + 30 × 7 എന്ന് പറയുമ്പോൾ 210 ആണ്. ഇനി അത് രണ്ടും ഡിഫറൻസ് സൈൻ ആയതുകൊണ്ട് സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ +178 ആണ് കിട്ടുന്നത്. സോ 31st ടേം ഈസ് 178.
ഹെൻസ് ദി 31st ടേം ഓഫ് ദി AP ഈസ് 178. അപ്പോൾ നമുക്കിവിടെ 2 ടേംസ് തന്നിട്ടുണ്ടായിരുന്നു. ആ 2 ടേംസിൻ്റെയും ജനറൽ ഫോം എഴുതുക. അതിൽ നിന്നും നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും. ആ 2 ഇക്വേഷൻസ്, അതായത് ആദ്യം 11th ടേം ആയിരുന്നു വന്നിരുന്നത്, അതിന് A+10D = 38 എന്ന് എഴുതി. പിന്നെ നമുക്ക് 16th ടേമാണ് വന്നിരുന്നത്, അതിന് A+15D = 73 എന്ന് എഴുതി. ആ 2 ഇക്വേഷൻസ് എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ആദ്യം ഡിയുടെ വാല്യൂ കിട്ടി. പിന്നെ അത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ എയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്കൊരു nth ടേം കാണാനായിട്ട് എയും ഡിയും എന്നുമാണ് അറിയേണ്ടത്. ഈ 3 കാര്യങ്ങൾ നമുക്കറിയാം. അതിൽ നിന്ന് നമ്മൾ 31st ടേമിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ കണക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻസിലെ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇരുന്നാൽ മതി. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതനുസരിച്ച് ആലോചിച്ച് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത 2 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്